അറ്റംപ്റ്റ് നടക്കുന്നത് 13 വയസ്സിനുള്ളിൽ കുഞ്ഞു കുട്ടികൾക്ക് നേരെയുണ്ട്. എന്താ അവരുടെ ഡ്രസ്സിംഗിൽ എന്ത് പ്രശ്നമുള്ളത്? കുട്ടികളെ റേപ്പ് ചെയ്യുന്നതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി ഉണ്ട്. സെക്ഷൽ ഫ്രസ്ട്രേഷൻ, ഒരു പുരുഷൻ എത്രത്തോളം സെക്ഷൽ ഇമേജുകൾക്ക് എക്സ്പോസ് ആവുന്നത് ഒരു ദിവസം അതിന്റെ പഠനങ്ങളുണ്ട്. നമ്മൾ ഹോർഡിങ്സും അഡ്വർടൈസ്മെന്റും മോഡൽസിന്റെ ഒക്കെ നോക്കുക. ആ സെക്ഷലി എക്സ്പോസ്ഡ് ആവുന്നത് നമ്മളൊരു സെക്ഷൽ ഒരു ടാർഗറ്റിൽ നിന്ന് ഫ്രസ്ട്രേറ്റഡ് ആയാൽ അത് വേറൊരു ടാർഗറ്റിൽ കൊണ്ടുപോയി അതിന്റെ അഗ്രഷൻ തീർക്കും. സ്ത്രീകളുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് ഇയാൾ ഈ തിയറി ഇവിടെ പറയുന്നത്? ഇനി ഈ തിയറി ശരിയാണെന്ന് തന്നെ വെക്കുക. എന്നാൽ പോലും ഇവിടെ എന്താണ് അതിന്റെ പ്രസക്തി? അങ്ങനെ ചില സ്ത്രീകളെ കണ്ട് പുരുഷന്മാർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ മറ്റു സ്ത്രീകളെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് വേണ്ടത് അവന്മാർക്കല്ലേ? അതിനിഷ്ടമുള്ള ക്ലോത്ത്സ് ഇടുന്ന സ്ത്രീകൾ എന്ത് ചെയ്യാനാ? പക്ഷെ കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കുമ്പോഴാണ് ഇവന്മാർ എത്രത്തോളം ടോക്സിക് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുക. സ്ത്രീകൾ റിവീലിംഗ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഇടുന്നത് കൊണ്ടാണ് അവർ പീഡിപ്പിക്കപ്പെടുന്നത് എന്ന് പറയുന്നതിനോടൊപ്പം ഇപ്പൊ ഇവന്മാർ പറയുന്നത് സ്ത്രീകൾ ഇങ്ങനെയുള്ള ക്ലോത്ത്സ് ഇടുന്നത് കൊണ്ട് ആ പ്രദേശത്തുള്ള കുട്ടികൾ വരെ പീഡിപ്പിക്കപ്പെടുന്നു എന്നാണ്. ഇവരുടെ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള വിക്ടിം ബ്ലെയിമിംഗ് എത്രത്തോളം ഡീപ്പ് ആണെന്ന് നോക്കൂ. നിങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ സ്ത്രീകൾ വരെ പീഡിപ്പിക്കപ്പെടുന്നത് നിങ്ങളുടെ ക്ലോത്ത്സ് കാരണമാണെന്ന് പറഞ്ഞ് ആ സ്ത്രീകൾക്ക് വേണ്ടി സങ്കടപ്പെടുന്ന ഇവരുടെ നല്ല മനസ്സിനെ കാണാതെ പോകരുത്. അപ്പോഴും ഇങ്ങനെ പെർവേർഷൻ മൂത്ത് സ്വന്തം വികാരം കൺട്രോൾ ചെയ്യാൻ പറ്റാതെ സ്ത്രീകളെ ഉപദ്രവിച്ച് നടക്കുന്ന പുരുഷന്മാരെ കുറിച്ച് എന്തുകൊണ്ട് ഇവർ ചിന്തിക്കുന്നില്ല? അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയ സ്ത്രീകളുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിന് മേൽ ഇങ്ങനെ കുതിര കയറാൻ പറ്റില്ലല്ലോ അല്ലേ? ഞാൻ വീണ്ടും പറയുന്നു, ഒരു പട്ടി സ്വയം കൺട്രോൾ ചെയ്യാതെ ഓടി നടന്ന് നാട്ടുകാരെയും വീട്ടുകാരെയും കടിക്കുന്നുണ്ടെങ്കിൽ ആ പട്ടിയെ ചങ്ങലയ്ക്കിടുക അല്ലെങ്കിൽ അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നത് മാത്രമാണ് അവിടെയുള്ള സൊല്യൂഷൻ.